ഈ പ്രതിപക്ഷ ഉപനേതാവിനുമായി ബന്ധപ്പെട്ടുള്ള തർക്കം, സി പി ഐയും സി പി എമ്മുള്ള തർക്കം എല്ലാ പരിധിയും വിടുകയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ സി പി ഐയെ വേണ്ട എന്ന തരത്തിൽ സി പി എം നിലപാടെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. സി ശിവൻകുട്ടിയും എറണാകുളത്തെ മോഹനുമൊക്കെ പിണറായി വിജയനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് സി പി ഐയെ കളിയാക്കുന്നതെങ്കിലും അത് സി പി ഐക്ക് കൊള്ളുന്നുണ്ട്, നന്നായിട്ട് തന്നെ കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇനി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. ഇപ്പം ശിവൻകുട്ടി പറഞ്ഞു കഴിഞ്ഞു, സി പി ഐ ഒരു ചെറിയ പാർട്ടിയാണ്, സി പി ഐക്ക് ഇതൊന്നും വേണ്ട, സി പി ഐ ഉണ്ടായിരിക്കേണ്ട കക്ഷിയാണ്, സി പി ഐ അന്ന് ചെയ്തതെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ശിവൻകുട്ടി വലിയ തോതിൽ അവരെ പരിഹസിച്ചു. അവർ ജനയുഗത്തിൽ ഒരു ലേഖനം എഴുതിയതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. പാർട്ടി നിലപാട് വിശദീകരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അത് തന്നെയാണ് അവർ ചെയ്തത്. പിണറായി വിജയൻ പരസ്യമായി പറഞ്ഞത് സി പി ഐ അവഹേളിക്കലാണ്. അതിന് പാർട്ടി അണികളോട് അല്ലെങ്കിൽ പാർട്ടി സഹാക്കൾക്ക് കൃത്യമായ സന്ദേശം കൊടുക്കേണ്ട ചുമതല സി പി ഐക്ക് ഉണ്ട്. അതാണ് അവർ അവരുടെ പത്രത്തിലൂടെ ജനയുഗത്തിലൂടെ നിർവഹിച്ചത്. പക്ഷെ അതിന് രണ്ടാം നിര നേതാക്കളെ ഇറക്കി പിണറായി വിജയൻ പ്രതിരോധിക്കുന്നു. അതിലൂടെ പിണറായി വിജയൻ നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇനി ഇടതുമുന്നണിയിൽ വേണ്ട എന്നല്ലേ. അത് രണ്ട് കാര്യമുണ്ട്. പിണറായി വിജയൻ ആ ഒരു വിഷയം ഇപ്പോൾ കുത്തിപ്പൊക്കിയിരിക്കുന്നത്, ഒന്ന് അയാളുടെ മകളെ സംബന്ധിച്ചിട്ടുള്ള ഈ മാസപ്പടി സംബന്ധിച്ച വാർത്തകൾ പുതിയ തലത്തിലേക്ക് പോകുന്നു, ഇ ഡിയുടെ നടപടികൾ പുതിയ തലത്തിലേക്ക് പോകുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് ചർച്ചയുടെ വഴിതിരിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അത് അയാൾ സാധിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യം ഒരു സാധനം ഇട്ടുകൊടുത്ത് നോക്കിയായിരുന്നു, അത് ചീറ്റിപ്പോയി. ഷംസീറിനെ വെള്ളാപ്പള്ളിയെ കൊണ്ട് ചീത്ത പറയിപ്പിച്ച ഒരു പരിപാടി കൊണ്ടുവന്നായിരുന്നു. അതിനകത്ത് ഷംസീർ മിണ്ടാതെ നിന്നു. മാത്രമല്ല ഇവരുടെ ആ ഒരു നാടകത്തിന് വേണ്ടത്ര സ്വീകാര്യത. അത് മാത്രമല്ല, പിണറായി വിജയന്റെ വിശ്വസനായ കെ കെ രാഗേഷിനെ തന്നെ അതിശക്തമായി എതിർക്കേണ്ടി വന്നു. കാരണം സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിങ്ങിൽ വെള്ളാപ്പള്ളി എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ പ്രതികരിക്കണമെന്ന തരത്തിൽ, തള്ളിക്കളയണമെന്ന തരത്തിൽ പരാമർശമുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവന ഒരിക്കലും അവർ സത്യത്തിൽ ഇങ്ങനെ പ്രതികരിച്ച് ഇതൊരു വലിയ വിവാദമാക്കി ഈ വെള്ളാപ്പള്ളി വീണ്ടും സി പി എമ്മിൻ്റെ അന്തകനാണെന്നുള്ള രീതിയിലൊരു വാർത്ത കൊണ്ടുവന്ന് ഈ വീണ തൈക്കണ്ടിയുടെ ഇടപാടിൽ നിന്ന് മറയ്ക്കാനൊരു നീക്കം നടന്നിരുന്നെങ്കിലും ആ സംഭവം ചീറ്റിപ്പോയി, അത് ഏറ്റില്ല. അതിനെ തുടർന്നാണ് ഇദ്ദേഹം തൃശ്ശൂരിലെ ആ ചോദ്യവും ആ പത്രസമ്മേളനത്തിലെ ആ ചോദ്യം, എനിക്ക് തോന്നുന്നു അത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമാണോ എന്ന് പോലും വിചാരിക്കേണ്ടിയിരിക്കുന്നു. പിണറായി വിജയൻ ഒരിക്കലും അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളല്ല, ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും അയാൾ എല്ലാം ഒന്ന് പൊതിഞ്ഞു പിടിച്ചേ പറയുള്ളൂ. ഒരാളുടെയും പേര് പിണറായി വിജയൻ പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ. ഇനി അത് വ്യക്തമായ ആരോപണമാണെന്നിരിക്കട്ടെ, തെളിവുണ്ടെന്നിരിക്കട്ടെ, അയാൾ പേര് പറയില്ല. അതാണ് പിണറായി വിജയൻ്റെ സ്റ്റൈല്. ഇവിടെ പക്ഷേ പിണറായി വിജയൻ കൃത്യമായി അത് സൂചന കൊടുക്കുന്നുണ്ട്. സൂചന കൊടുക്കുകയല്ല, സി പി എമ്മുകാരൻ തന്നെ ആയിരിക്കും പ്രതിപക്ഷ കത്ത് കൊടുക്കും. അതിൽ ആരുടെ പേരായിരിക്കും, അത് സി പി എമ്മുകാരൻ്റെ പേരായിരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വെക്കുന്നത്. അപ്പോൾ ആ പറഞ്ഞുകൊണ്ട് വയ്ക്കുന്നതിലൂടെ ഈ സി പി ഐയെ അപമാനിച്ച് അങ്ങേ അറ്റം ഇറക്കുക, അവർ പ്രക്ഷോഭമായിട്ട് രംഗത്തിറങ്ങുക. രണ്ട് കാരണമുണ്ട്. ഒന്ന്, തൈക്കണ്ടി വീണയെ തള്ളിപ്പറഞ്ഞതിൻ്റെ കലിപ്പാണ്. ബിസിനസിൻ്റെ രാഷ്ട്രീയം രണ്ടാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇടതുമുന്നണിയിൽ വേണ്ട എന്നുള്ള നിലപാടാണ്. ഇപ്പം ഈ കത്ത് കൊടുക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. അടുത്ത ദിവസം തന്നെ പിണറായി വിജയന് കത്ത് കൊടുക്കാം. ഇതുവരെ കത്ത് കൊടുത്തിട്ടില്ല. സ്പീക്കർക്ക് കത്ത് കൊടുക്കാം, ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പം ഉടൻ കൊടുക്കാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന ഒരു കത്തിനെ കുറിച്ചാണ് അന്ന് പ്രതികരണം നടത്തുന്നത്. അതെന്ന് പറഞ്ഞാൽ സി പി ഐയെ പ്രകോപിപ്പിക്കുക തന്നെയാണ്. പ്രകോപിപ്പിച്ച് സി പി ഐ സ്വയം ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു പോവുക. മാത്രമല്ല, എൻ്റെ മകളെ എന്നെ ന്യായീകരിക്കാൻ വയ്യെങ്കിൽ നിങ്ങളോട് നിൽക്കണ്ടെന്നാണ് അർത്ഥം. സെന്ററിലേക്ക് വരണ്ടാണ്. കാരണം പിണറായി വിജയനെയും മകളെയും പൊളിറ്റിക്കലി സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ മുന്നണിയിൽ വേണ്ട. നിങ്ങളുണ്ടെങ്കിലും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനിയിപ്പം നിങ്ങളുടെ ആവശ്യം ഞങ്ങൾക്കില്ല. അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങൾക്ക് വേറെ ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം സി പി ഐയുടെ ആവശ്യം സി പി എമ്മിന് വരുന്നത് രാജ്യസഭാ ഇലക്ഷന് മാത്രമാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു മുന്നണിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ മാത്രമാണ്, രാജ്യസഭാ ഇലക്ഷന് മാത്രമാണ്. പിന്നെ ഇത്രയും ഹ്യൂജ് മാർജിൻ ഉള്ളതുകൊണ്ട് ഒരിക്കലും അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനോ സർക്കാരിനോ മറിച്ചിടാനോ ഈ 5 കൊല്ലത്തിനിടയിൽ ഒരു അട്ടിമറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ രാജ്യസഭ സീറ്റ് എന്ന് പറഞ്ഞ സാധനത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് കിട്ടത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 35 പേരേ ഉള്ളൂ. 36 പേരുണ്ടെങ്കിൽ ഈ ഇതെന്താണ് പ്രാതിനിധ്യ വോട്ടിംഗ് ആണ് നടക്കുന്നത്. അപ്പം 36 വോട്ടുണ്ടെങ്കിൽ മാത്രമേ 3 പേരുടെ സീറ്റ് ഒഴിവ് വരുമ്പം ഒരു ആൾക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. ഇവർക്ക് 35 പേരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ 3 പേരും കൂടെ ഉണ്ട്. അപ്പോൾ പ്രതിപക്ഷം അങ്ങനെ സ്കാറ്റേഡായി നിൽക്കുമ്പം 32 പേരുള്ള 102 പേരുടെ പിന്തുണ യു ഡി എഫിനുണ്ടല്ലോ. അവർക്ക് വേണമെങ്കിൽ 3 പേരെയും ജയിപ്പിക്കാൻ പറ്റും. ഈ 35 പേരിൽ ഒരാളെന്ന് പറഞ്ഞാൽ ഈ ജെ ഡി യു എന്ന് പറയുന്ന
പാർട്ടിയുടെയാണ്, ഈ ശ്രേംസ് കുമാറിന്റെ പാർട്ടിയുടെയാണ്. അതെ. അദ്ദേഹം ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ഇനിയും അറിഞ്ഞുകൂടാ. അതോടൊപ്പം തന്നെ 8 പേരുള്ള CPI. അപ്പം CPI CPM ഇനി 5 കൊല്ലം ഒന്നിച്ച് നിന്നിട്ടും ഒരു കാര്യമില്ല. പക്ഷെ CPI സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനൊപ്പം ചേർന്ന് നിന്നാൽ ഒരാളെ വിജയിപ്പിക്കാം. ഒരാളെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ 5 കൊല്ലത്തിനിടയിൽ 4 തവണ ഇലക്ഷൻ വരാൻ സാധ്യത. 4 രാജ്യസഭാ ഇലക്ഷൻ വരുമ്പോൾ 4 പേരെ വരെ അവർക്ക് വേണമെങ്കിൽ ജയിപ്പിക്കാം. ഇപ്പൊ ഈ കാര്യം 3 പേരും കൂടെ ഇവർക്ക് ഈ CPM 35 ഉള്ളുവെങ്കിലും 3 BJP-ക്കാരും കൂടെ ഉണ്ടപ്പോൾ അവിടെ പ്രതിപക്ഷത്ത് 38 ആയി. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ UDF 3 പേരെ അത്ര ഈസി ആയിട്ട് ജയിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല. ഈ 3 BJP-ക്കാർ മാറിയാൽ അപ്പുറത്തേക്ക് പോകും. അപ്പൊ അങ്ങനെ ഒരു ആശങ്കയും ഭീഷണിയൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് CPI വേണമെങ്കിൽ ഇവർക്ക് വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യാം. അതിനുള്ള ഒരു സാധ്യതയിലേക്കാണ് ഇപ്പോൾ ഇത് പോകുന്നത്. അപ്പൊ പക്ഷെ അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ CPM-നേക്കാൾ അംഗങ്ങൾ CPI-ക്ക് രാജ്യസഭയിൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അത് ബുദ്ധിയുള്ളവരാണെങ്കിൽ കോൺഗ്രസ് ഇവരെ വളരെ പതുക്കെ പിടിച്ച അതോടുണ്ട്. മാത്രമല്ല പതിവിന് വിപരീതമായിട്ട് ഇങ്ങേര് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി CPI-യുടെ ബിനോയ് വിശ്വം ശക്തമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. ആദ്യം പറഞ്ഞത് തന്നെ ഇപ്പോൾ പൊളിറ്റിക്കലി ഇവരെ രക്ഷിക്കേണ്ട കാര്യം നമുക്കില്ല എന്നുള്ളത് ആദ്യമേ തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു. കാരണം അത് അവരുടെ ബാധ്യത അല്ല, അവർക്ക് ഒരു വിധത്തിലും അവരെ ബാധിക്കുന്ന വിഷയമേ അല്ല അത്. പിന്നെ ഉള്ളത് അവർക്ക് ഉള്ള MLA-മാർ, അവരുടെ ഈ MLA-മാർ പോലും തോക്കാൻ കാരണം CPM ആണെന്ന് അവർ ശക്തമായി വിശ്വസിക്കുന്നു. പിണറായി വിജയൻ അല്ല വേറെ ആരായിരുന്നെങ്കിലും ഒരു തുടർഭരണം ഇവിടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ള നിലപാടിൽ ഇപ്പോഴും CPI-ക്ക് യാതൊരു സംശയം. പക്ഷേ CPI തന്നെയാണ്, ബിനോയ് വിശ്വം തന്നെയാണ് പിണറായി വിജയനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തത്. അപ്പം നമ്മളെ CK ചന്ദ്രപ്പനും മുമ്പ് വെളിയം ഭാർഗവനും ഒക്കെ എപ്പോഴും CPM-നെതിരെ അതിശക്തമായ ഭരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ല CPM-നെ വിമർശിച്ചാണ് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായി നിലകൊണ്ടിരുന്നത്. അല്ലെ, ഈ മുമ്പ് ഇതുപോലെ തർക്കം വന്ന സമയത്ത് CPM ഒറ്റയ്ക്ക് രാജ്യസഭ MP-യെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അന്ന് ഇതുപോലെ എനിക്കൊന്ന് വെളിയമാണെന്ന് തോന്നുന്നു, വെളിയം സ്ട്രോങ് ആയിട്ട് നിലകൊണ്ടു. ഈ ഞങ്ങൾക്ക് തന്നെ കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് വിട്ടുകൊടുക്കാൻ പിണറായി വിജയൻ എന്താ പറയുക, അതിന് വഴങ്ങണ്ടി വന്ന ഒരു അവസ്ഥയുണ്ട്. അന്ന് ഈ പറയുന്ന പോലെ ഇവർ പറയുന്നത് ഈ CN മോഹനാന്ന് തോന്നുന്നു പറഞ്ഞില്ലേ, 5000 വോട്ട് പോലും ഒരു മണ്ഡലത്തിൽ CPI-ക്ക് സ്വന്തമായി ജയിക്കാൻ പറ്റുന്ന ചില മണ്ഡലങ്ങളുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ, കിളിമാനൂർ ഭാഗത്തൊക്കെ 1-2 മണ്ഡലങ്ങളിലൊക്കെ അവർ വലിയ ശക്തികളാണ്, 1-2. അതേപോലെ കൊല്ലത്ത് ചില മണ്ഡലങ്ങളിൽ അവർ ഈ കൊല്ലത്തിന്റെ മലയോര മേഖലകളിലാണെന്ന് തോന്നുന്നു. അതേപോലെ കോട്ടയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ നല്ല വാഴൂർ പോലെ അവർ അതെ വൈക്കത്ത് തോറ്റുപോയി. പക്ഷെ അവർക്ക് നല്ല ഹോൾഡ് ഉണ്ട്. CPM-നേക്കാൾ മുകളിൽ നിൽക്കാൻ പറ്റുന്ന ചില മണ്ഡലങ്ങൾ അവർക്കുണ്ട്. അത് നമ്മൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടേ പറ്റൂ. പക്ഷേ CN മോഹനൻ കടന്നു പറയുന്നതെന്ന് പറഞ്ഞാൽ അതിലൂടെ അവർ ഒന്നെങ്കിൽ പിണറായി വിജയന്റെ ശബ്ദമായി മാറുന്നു, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഇഷ്ടക്കാരായി മാറാൻ ശ്രമിക്കുന്നു. അതിന്റെ ഗുണം അവർക്ക് കിട്ടും. ശിവൻകുട്ടിയും മോഹനും, ശിവൻകുട്ടിയെ പറ്റി പറയണമെങ്കിൽ ശിവൻകുട്ടി കുറച്ചു കാലമായിട്ട് പിണറായി വിജയനുമായിട്ട് അകന്നു നിൽക്കുന്നു എന്നൊരു ചർച്ച സജീവമായിരുന്നു, തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറി ആക്കാത്തതുകൊണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലെ അവസ്ഥ മുതലെടുത്ത് അങ്ങനെയല്ല, ഞാൻ സഖാവിൻ്റെ കൂടെ തന്നെയാണ് എന്ന് ശിവൻകുട്ടി പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പം പിണറായി വിജയൻ്റെ ഒരു ആപത്തുണ്ടാകുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നവരോട് പുള്ളിക്കൊരു ഇഷ്ടം ഉണ്ടാവുമെന്ന് CPM സർക്കിളുകളിൽ ഉണ്ട്. അങ്ങനെ രണ്ടുപേരും ഇപ്പം ഇഷ്ടം നേടുകയാണ്, ശിവൻകുട്ടിയും മോഹനും. എന്താണെങ്കിലും ഈ CPI-CPM തർക്കം വളർന്ന് മുന്നോട്ട് പോയാൽ അത് ആത്യന്തികമായിട്ട് UDF-ന് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം കേരളത്തിലെ മുന്നണി സംവിധാനങ്ങളെ തന്നെ മാറ്റിമറിക്കും. 80-കൾ മുതൽ കേരളത്തിൽ അതിശക്തമായ മുന്നണി സംവിധാനമുണ്ട്. ഈ മുന്നണി സംവിധാനം കാരണമാണ് കേരളത്തിൽ BJP-ക്ക് വളരാൻ പറ്റാത്തതെന്നൊരു പരിഭവം അവർക്കുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ CPI എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയെ അങ്ങോട്ട് UDF-ന് ഒരു അവസരം കിട്ടുന്നത്. അങ്ങനെ വന്നാൽ കേരളത്തിലെ ഇടതുമുന്നണി എന്ന് പറഞ്ഞാൽ CPM മാത്രമാവും. അങ്ങനെ വരുമ്പോൾ അതൊരു മുന്നണി അല്ലാതാകും. ഇപ്പൊ തന്നെ അതിലുള്ള കൊച്ചു കക്ഷികളെല്ലാം തീർന്നു, ഒരു കക്ഷി മാത്രമേ ഉള്ളൂ. JDU മാത്രമേ അല്ല, JDU അല്ല, ഈ RJD എന്ന് പറയുന്ന ഇപ്പോഴത്തെ JDU ഒക്കെ മാറി RJD എന്ന് പറയുന്ന പാർട്ടിക്ക് മാത്രമേ ഒരു MLA ഉള്ളൂ, ബാക്കി CPM CPI ഉള്ളൂ. അപ്പം CPI പോയി കഴിഞ്ഞാൽ പിന്നെ CPM RJD മാത്രമോ, RJD അധികകാലം ഇങ്ങനെ അവിടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും വളരെ നിർണായകമായ ഒരു നീക്കമാണ് നടക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ 2 വിഷയമുള്ളത്. ഒന്ന്, ഈ പിണറായി വിജയൻ്റെ മകളുടെ ED റെയ്ഡും മറ്റു കാര്യങ്ങളുമാണ്. അതിനെ മറികടക്കാനും ആ ഒരു സമയത്ത് വാർത്തകൾ ഒഴിവാക്കി വിടുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു നീക്കം പിണറായിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് വിശ്വസിക്കേണ്ടത്. എന്നാലും ഇത് പിന്നീട് ആത്യന്തികമായിട്ട് ഒടുവിൽ CPI മുന്നണി വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.